ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്തേ സ്തുഭ്യം നമോ നമ സ്വാമിയേ ശരണമയ്യപ്പ. ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസ ഫലം. അത് മകരം രാശിക്കാരുടെ ഫലമാണ് പറയുന്നത്. മകരം രാശിക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകൾ, അതുപോലെ തന്നെ ദൈവാധീനങ്ങൾ, ഐശ്വര്യങ്ങൾ, നേട്ടങ്ങൾ, അത് ഏതേത് കാര്യങ്ങൾക്ക് ഏതേത് പ്രായക്കാർക്ക് ഒക്കെ വന്നു ചേരാം എന്നുള്ള കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത്. മകരം രാശിക്കാർക്ക് വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ചില കാര്യങ്ങൾക്ക് നല്ലതാണ് എങ്കിലും മറ്റ് ചില കാര്യങ്ങൾക്ക് അത്ര തൃപ്തികരമല്ല. രാശ്യാധിപൻ്റെ സ്ഥിതി അനുസരിച്ചുമൊക്കെ വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. ഇത് ഗോചരഫലങ്ങളാണ് ഈ മാസഫലമായിട്ട് പറയുന്നത്, ഗ്രഹങ്ങൾ ഈ ഒരു മാസം നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾ, ജ്യോതിഷ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഫോൺ നമ്പർ താഴെ ചേർത്തിട്ടുണ്ട്. വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടാൽ ജാതകം വിശകലനം ചെയ്ത് നോക്കുന്നതിനൊക്കെ അവസരമുണ്ട്. വ്യക്തിപരമായ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണല്ലോ അറിയാനുള്ളത്, അതൊക്കെ അറിയുവാൻ അവസരമുണ്ട്. ഏറ്റവും പ്രധാനം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതായത് അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല. രോഗഭാവത്തെയൊക്കെ വിശകലനം ചെയ്ത് നോക്കിയതിന് ശേഷമാണ് പറയുന്നത്. രോഗഭാവത്തിൻ്റെ അധിപൻ്റെ സ്ഥിതി അനുസരിച്ചും രോഗഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിലും അതിനനുസരിച്ച് നോക്കുമ്പോൾ അധിക രോഗാവസ്ഥകൾ സൂചകമല്ല. എന്നിരുന്നാലും ഈ മാസം വളരെ ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതാണ്. സ്ഫോടക വസ്തുക്കൾ, അതായത് അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയം, പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ത്രീകളായിട്ടുള്ളവർ ഒക്കെ വളരെ ശ്രദ്ധിക്കുക. ടി വി കണ്ടുകൊണ്ടും മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടും ഒക്കെ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധക്കുറവ് ഉണ്ടാകാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെയാണല്ലോ കൂടുതലും കിച്ചണിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് കൈകാര്യം ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള കേടുകളൊക്കെ വന്നാൽ സ്വയം ലൈനൊക്കെ ഓഫ് ചെയ്യാതെ റിപ്പയർ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കരുത്. അത് അഗ്നിമാരുത ബന്ധം എന്ന് പറയുന്ന ഒരു ദോഷം ഈ മാസം നിലനിൽക്കുന്നു ഈ മകരം രാശിക്കാർക്ക്. അത് വാഹനം കൈകാര്യം ചെയ്യുന്നവർ സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യാൻ പാടില്ല. വാഹനത്തിൽ കയറാതെയും വാഹനം കൈകാര്യം ചെയ്യാതെയും പറ്റുകയില്ല. എന്നിരുന്നാലും സാഹസികമായ കാര്യങ്ങളിലൂടെ അത് കൈകാര്യം ചെയ്യാൻ പാടില്ല. കൂടാതെ അസമയത്തെ യാത്രകൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് ജലയാത്രകൾ. പൊക്കത്തിലൊക്കെ കയറുന്നവർ, വൈദ്യുതി സംബന്ധമായ ജോലികൾ ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റിയിലൊക്കെ ജോലി ചെയ്യുന്നവർ, കൂടാതെ സൈനിക അർദ്ധ സൈനിക വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്ന ധാരാളം മിലിറ്ററി ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ, അവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ഏപ്രിൽ മാസം. അത് ഒരു വാക്ക് തർക്കമാണെങ്കിലും കൊള്ളുകയറാത്ത ആൾക്കാരുമൊക്കെ ആയിട്ട് ഉണ്ടായിട്ട് അതൊരു വലിയ പ്രശ്നത്തിൽ കലാശിക്കുവാനൊക്കെ സൂചനയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും കുടുംബത്തും ആവശ്യമാണ്. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം, കുട്ടികളുമൊക്കെ ആയിട്ട്, സഹോദര സ്ഥാനീയരുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പൊതുവെ 4ാം ഭാവം അത് സുഖസ്ഥാനമാണ്. അവിടെ രാജയോഗകാരകനായിരിക്കുന്ന ശുക്രനാണ് സ്ഥിതി ചെയ്യുന്നത്. മകരം രാശിക്ക് രാജയോഗകാരകനാണ് ആ ശുക്രഗ്രഹം. അത് സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യും. അപ്പോൾ വാഹനം വന്നു ചേരുന്നതിനോ, ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ, പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ, ഭൂമി വന്നു ചേരുവാനും ഒക്കെ യോഗം ഈ മകരം രാശിക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമോ, അത് ധനാഗമന യോഗം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു
ഉണ്ടാകുക അത് നമുക്ക് എപ്പോഴും അങ്ങനെ അധ്വാനിച്ച് ഉണ്ടാകുന്ന കാര്യമല്ല. ഏതെങ്കിലും തരത്തിൽ നേരത്തെ ചേർന്ന കുറിച്ചിട്ടി അടിക്കുകയോ മറ്റ് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ ശരിയായി കിട്ടുക, കുറഞ്ഞ പലിശയ്ക്കാണ് നമുക്ക് അടച്ച് നേടിയെടുക്കാം. കൂടാതെ സുഹൃത്തുക്കളോ മറ്റ് ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ മാതാപിതാക്കളും ഒക്കെ സഹായിച്ച് കുറച്ച് പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബാക്കി പണവും കൂടെ ഇട്ട് ബാക്കി കുറച്ച് കടമൊക്കെ പറഞ്ഞിട്ടൊക്കെ വാഹനം കൈകാര്യം വന്നു ചേരുക, ഗൃഹം പുതുക്കി പണിയുക, പുതിയ ഗൃഹം വന്നു ചേരുക, അങ്ങനെയൊക്കെയുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് മധ്യവയസ്കർക്കൊക്കെ വിവാഹം ഒന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട്. സുഖസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ മുക്കാൽ ദൃഷ്ടി ദാമ്പത്യ ഭാവത്തിലേക്കുണ്ട്. അപ്പോൾ ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപൻ കൂടിയായിരിക്കുന്ന ചന്ദ്രഗ്രഹവും അതുപോലെ തന്നെ കാരഗ്രഹമായ ശുക്രൻ്റെയൊക്കെ സ്ഥിതി ഗോചരാൽ മാറി മാറിയൊക്കെ ഇഷ്ടഭാവങ്ങളിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ദിവസങ്ങളുണ്ട് ഈ മാസം. അപ്പോൾ ഒരു തീരുമാനം വിവാഹ കാര്യത്തിൽ വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ ഉത്തമ സന്താന ഭാഗ്യം വന്നു ചേരുവാൻ യോഗമുണ്ട്. ദീർഘനാളുകളായിട്ട് വിവാഹം കഴിച്ചിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളായിട്ടുള്ളവർക്ക് ഉത്തമ സന്താന ഭാഗ്യമുണ്ട്. ഏത് രംഗത്ത് ജോലികൾ ചെയ്യുന്നവരായാലും തൊഴിൽ ഭാവത്തെ വിശകലനം ചെയ്തതിൽ അഭിവൃദ്ധികളും കാര്യക്ഷമമായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനൊക്കെ സാധിക്കും. എങ്കിലും തൊഴിൽ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധയും ഒക്കെ വേണം. ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും പറയുന്നത് നേരത്തെ പറഞ്ഞത് ഓർക്കാഞ്ഞിട്ടല്ല, ഓരോരുത്തർക്കും ക്ഷമ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവത്തിൽ വിക്രമസ്ഥാനത്താണ് അഗ്നിമാരുത ബന്ധം. അവിടെ ആദിത്യനുണ്ട്, ചൊവ്വായുണ്ട്, ശനിയുണ്ട്, ക്ലീബാഗ്രഹമായ ബുധനുണ്ട്. ശനിയും ഒക്കെ ക്ലീബാഗ്രഹമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കാര്യവും വേണ്ട, കലിപ്പ് വന്ന് അന്തരീക്ഷം കലുഷിതമാകുവാൻ, അത് സ്വന്തമായിട്ടൊക്കെ ഒരു കാര്യങ്ങൾ ബിസിനസ്സുകൾ ചെയ്യുന്നവർ, ചെറുകിട വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നവർ, ഉൽപ്പാദിത രംഗങ്ങളൊക്കെ ചെയ്യുന്നവർ, സഹപ്രവർത്തകരുടെ സഹകരണത്തോടുകൂടിയൊക്കെ മുമ്പോട്ട് നല്ല രീതിയിൽ പോകുന്നവർ പിണങ്ങാനൊക്കെ പാടില്ല. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. വാഹനം കൈകാര്യം ചെയ്യുന്നവർക്ക് നല്ലതാണ്. വാഹനകാരകനായിരിക്കുന്ന ആ ശുക്രഗ്രഹം തൊഴിൽ ഭാവത്തിലേക്ക് സ്ഥിതി ചെയ്യുകയും വാഹനഭാവത്തിൽ സ്ഥിതി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ പുതിയ വാഹനം വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ടാക്സിയൊക്കെ എടുത്ത് ഓടണം, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കണം, അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്നവരാകട്ടെ, വലിയ വലിയ ട്രാവൽ ഏജൻസികളൊക്കെ നടത്തുന്നവരുണ്ട്, ധാരാളം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നവർക്ക്, അതൊക്കെ വിജയിക്കുവാൻ യോഗമുണ്ട്. ട്രാവൽ ഏജൻസികൾ, എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്, പിന്നെ അതുപോലെ തന്നെ കലാരംഗവുമായി ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് കലാ നൈപുണ്യമുള്ള ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് തൊഴിൽ ആയിട്ട് ചെയ്യുന്ന വുഡ് ആർട്ട് ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ പല രീതിയിലുള്ള ക്ലേ മോഡലിങ്, അങ്ങനെ ശില്പകലാ രംഗത്ത് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ, കല്ലുകൊണ്ട്, മണ്ണുകൊണ്ട്, അങ്ങനെ നിരവധി കാര്യങ്ങൾ. പിന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവർ, സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ, അതുപോലെ തന്നെ പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കുന്നവർ, അങ്ങനെ ഇത് പറഞ്ഞു പോയാൽ ഒരുപാട് രംഗങ്ങളുണ്ട് കലാരംഗവുമായിട്ട്. അതെല്ലാം എടുത്തെടുത്ത് പറയുക അത്ര എളുപ്പമല്ല. അതിനൊക്കെ കരവിരുത് കാണിക്കുക. വിഗ്രഹമൊക്കെ ഉണ്ടാക്കുന്നവരോ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ചിലർ പണിതാൽ നല്ല ഭംഗിയാണ് എന്നിപ്പോൾ പറയില്ലേ, വിറ്റുപോകും, കടക്കാർക്ക് തന്നെ അറിയാം. ചിലർ പണിത് കൊണ്ട് തന്നാൽ വിറ്റുപോകും, വില കൂടുതൽ, പൈസ പണിക്കൂലി കൂടുതലൊക്കെ ആണെങ്കിൽ അവരുടെ കരവിരുത് തെളിയിക്കാനാണ്, അത് പ്രത്യേകതയാണ്. അങ്ങനെയൊക്കെ ഈ ഏപ്രിൽ മാസത്തിൽ മകരം രാശിക്കാർക്ക് സർവ്വവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സന്ദർഭമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശ്രേയസ്കരമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.